പാലാ നഗരസഭയിൽ സ്വതന്ത്ര മുന്നണിക്കുള്ള പിന്തുണ പിൻവലിക്കാൻ പാലാ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയിൽ തീരുമാനം. കൗൺസിലർമാരെ വിളിച്ചുകൂട്ടി നടത്തിയ യോഗത്തിനൊടുവിലാണ് മണ്ഡലം പ്രസിഡന്റ് തോമസ് ഊട്ടി നെച്ചിക്കാട്ട് തീരുമാനം വ്യക്തമാക്കിയത്. പാലാ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പാലാ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ കൗൺസിലർമാരും പാലായിലെ എല്ലാ കോൺഗ്രസുകാരെയും വിളിച്ചുകൂട്ടി വിശദമായി ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ്. സ്വതന്ത്ര മുന്നണിക്കുള്ള പിന്തുണ പിൻവലിക്കാൻ പാലാ മണ്ഡലം കമ്മിറ്റി ഏകകണ്ഠേന തീരുമാനിച്ചു. പ്രമേയം പാസാക്കി. പ്രമേയത്തിൻ്റെ കോപ്പി ജില്ലാ സംസ്ഥാന KPCCക്കും DCCക്കും മുഖ്യമന്ത്രിക്കും കൊടുക്കുന്നതിൽ KPCC പ്രസിഡന്റുമായിട്ടും ഇത് സംസാരിച്ച് ഈ പേപ്പർ പ്രമേയം KPCC പ്രസിഡന്റ് കൊടുക്കും. എല്ലാവർക്കും ഒറ്റക്കെട്ടായിട്ടുള്ള തീരുമാനമായിരുന്നു. ഒറ്റക്കെട്ടായിട്ട് തീരുമാനം. ആർക്കും ഒരു എതിരഭിപ്രായമില്ല. 6 കൗൺസിലർമാരും ഉണ്ടായിരുന്നു. പാലാ മുനിസിപ്പാലിറ്റിയിലുള്ള ലീഡർമാരെല്ലാവരും ഉണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ കൗൺസിലർമാർ പറഞ്ഞത് അവരുമായിട്ട് സഹകരിച്ച് പോകാൻ വലിയ ബുദ്ധിമുട്ടാണെന്നാണ്. അതായിരുന്നു ഒരു തീരുമാനത്തിലേക്ക് വരാനുള്ള കാരണം. പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ആ ബുദ്ധിമുട്ടുകളെല്ലാം അവർ സംസാരിച്ചു. അപ്പോൾ എല്ലാവർക്കും അത് ഏകദേശമൊക്കെ ഒരു ധാരണ, അങ്ങനെ ഒരു സംഭവം ബോധ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അതിനെ പിന്തുണച്ചു. മണ്ഡലം കമ്മിറ്റി കൂടി പാലാ മുനിസിപ്പാലിറ്റിയിലെ വിഷയമാണ്. പാലാ മുനിസിപ്പാലിറ്റിയിലെ മണ്ഡലം കമ്മിറ്റി കൂടി പാലാ മുനിസിപ്പാലിറ്റിയിലെ വിഷയം പരിപൂർണമായിട്ട് ഏകകണ്ഠേന പാസ്സാക്കി നമ്മൾ DCC അറിയിക്കുന്നു, KPCC അറിയിക്കുന്നു. അതിന്റെ പ്രമേയത്തിന്റെ കോപ്പി നമ്മൾ അവരെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ഒറ്റക്കെട്ടായ തീരുമാനം ഇതാണ്. മുന്നോട്ട് പോകാൻ പറ്റില്ല. പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഒരുമിച്ച് പോകാൻ പറ്റില്ല എന്നുള്ളതിന് പല കാര്യം പറഞ്ഞിട്ട് അത് വിശദമായിട്ട് ഞങ്ങൾ മണ്ഡലം കമ്മിറ്റി ചർച്ച ചെയ്തിട്ടാണ് ഇങ്ങനൊരു തീരുമാനത്തിലെത്തിയത്. ബാക്കിയുള്ള വിശദാംശങ്ങളെല്ലാം ഞങ്ങൾ പിന്നീട് അറിയിച്ചു. നഗരസഭയിൽ ഇനിയുള്ള പ്രവർത്തനം ഇപ്പോൾ എങ്ങനെയാണ്? നഗരസഭയിലെ ഇങ്ങനെയുള്ള പ്രവർത്തനം ഈ കൂട്ടായി തീരുമാനിച്ച് അതിനെക്കുറിച്ച് 2-3 ദിവസത്തിനുള്ളിൽ അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ആ ആലോചനയിൽ ആ കാര്യങ്ങളെല്ലാം ഇത് സംബന്ധിച്ച മണ്ഡലം കമ്മിറ്റി പ്രമേയവും പാസാക്കി. പ്രമേയത്തിന്റെ കോപ്പി ജില്ലാ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന് അയച്ചു നൽകും. എല്ലാവരും ഒറ്റക്കെട്ടായാണ് തീരുമാനമെടുത്തത്. പാലാ നഗരസഭയിലെ കോൺഗ്രസിന്റെ 6 കൗൺസിലർമാരും മണ്ഡലം നേതാക്കളുമാണ് യോഗത്തിൽ പങ്കെടുത്തത്. സ്വതന്ത്ര കൗൺസിലർമാരുമായി ഒത്തുപോകാനുള്ള ബുദ്ധിമുട്ട് കൗൺസിലർമാർ യോഗത്തിൽ അവതരിപ്പിച്ചു. ഇത് മനസ്സിലാക്കുന്നതായും ഇതേ തുടർന്നാണ് തീരുമാനമെന്നും നേതാക്കൾ പറഞ്ഞു. കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡ് DYFI സമ്മേളനത്തിന് വിട്ടു നൽകുന്നതിന് വോട്ടെടുപ്പിന് ചെയർപേഴ്സൺ അനുമതി നൽകിയത് കോൺഗ്രസിനോട് കാണിച്ച രാഷ്ട്രീയ വഞ്ചനയാണെന്ന് പ്രമേയത്തിൽ പറയുന്നു. CPM-വുമായി അവിശുദ്ധ രാഷ്ട്രീയത്തിൽ ഏർപ്പെടുന്ന സ്വതന്ത്ര മുന്നണിയുമായി മുന്നോട്ടു പോകുന്നത് കോൺഗ്രസിന്റെ അന്തസ്സിനും വിശ്വാസ്യതയ്ക്കും കോട്ടമുണ്ടാക്കുമെന്നും പ്രമേയത്തിൽ പറയുന്നു.